2026 നോമ്പുകാല ചിന്തകളുടെ 20ാം ഭാഗത്തിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മാർച്ച് മാസം 9ാം തീയതി. ഇന്ന് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭം കുറിക്കുന്നത് മരുഭൂമിയിൽ 40 ദിവസം ഏകനായി ധ്യാന നിമഗ്നനായി തൻ്റെ വ്യക്തിത്വത്തെയും അതിൻ്റെ സാധ്യതകളെയും അതിനെപ്പറ്റിയുള്ള ദൈവികമായ ഉദ്ദേശത്തെ പറ്റിയും വ്യക്തമായ ധാരണ പ്രാപിച്ച ശേഷമായിരുന്നുവെന്ന് കഴിഞ്ഞ ഏതാനും വീഡിയോകളിൽ ഞാൻ പരാമർശിച്ചിട്ടുള്ളതാണ്. അതിനോട് അനുബന്ധമായ എന്നാൽ തികച്ചും വേറിട്ട ഒരു ചിന്തയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നാം മരുഭൂമിയിലെ അവസ്ഥയെപ്പറ്റി ചിന്തിക്കുമ്പോൾ തീർച്ചയായും അവിടെ ആഡംബരങ്ങളില്ല. പിന്നെയോ മനുഷ്യൻ അഭിമുഖീകരിക്കുന്നത് അടിസ്ഥാനപരമായ ആവശ്യങ്ങളാണ്, ബേസിക് നീഡ്സ് എന്ന് പറയും. പരിഷ്കാരം വർദ്ധിക്കുന്തോറും മനുഷ്യൻ അവൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളെ മറക്കുകയും ആഡംബരങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി അതിനെ അനുധാവനം ചെയ്ത് അപകടത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നതായി യേശു മുടിയനായ പുത്രൻ്റെ ഉപമയിൽ കൂടെ സൂചിപ്പിക്കുന്നുണ്ട്. അത് ശ്രദ്ധേയമായ ഒരു ലോക യാഥാർത്ഥ്യം തന്നെയാണ്. നമ്മുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ എന്താണ് എന്നതിനെപ്പറ്റി പലപ്പോഴും നാം വ്യക്തമായി ചിന്തിക്കാത്തത് കൊണ്ട് തന്നെ അതിനെപ്പറ്റി ഒരു പൊതുവായ ഒരു കാഴ്ചപ്പാടോ ഒരു ധാരണയോ നമ്മുടെ മധ്യത്തിലില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ ഈ മണലാരണ്യ അവസ്ഥയിൽ ഉൾപ്പെട്ടിരിക്കുന്ന സാധ്യതകൾ അല്ലെങ്കിൽ സൂചനകൾ ഇവ വ്യക്തമായി മനസ്സിലാക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യും എന്നതാണ് ഞാൻ വളരെ ശക്തമായി വിശ്വസിക്കും. അപ്പോൾ അങ്ങനെ യേശു മണലാരണ്യത്തിലായിരുന്നപ്പോൾ അവൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയ ചിന്തകൾ ഏതെന്ന് വ്യക്തമായ സൂക്ഷ്മമായ യാതൊരു ചിത്രീകരണവും ലഭ്യമല്ല എങ്കിലും ചില പൊതുവായ ഘടകങ്ങൾ ഒന്ന് ഊഹിച്ചെടുക്കുവാൻ നമുക്ക് അവകാശമുണ്ട്, സാധ്യതയുണ്ട്. അതിലൊന്നാണ് മണലാരണ്യത്തിൽ അല്ലെങ്കിൽ മരുഭൂമിയിലെ അവസ്ഥയിൽ മനുഷ്യൻ്റെ ആഡംബരമല്ല, അവൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത് എന്നുള്ളതാണ്. നാം ഈ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നീഡ്സ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അത് മനസ്സിൽ വരുമ്പോൾ നമ്മുടെ ചിന്തയിൽ വരേണ്ട ഒരു കാര്യം, നമുക്ക് ആവശ്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ നാം നമ്മിൽ തന്നെ പൂർണ്ണതയുള്ളവരല്ല എന്നതാണ്. ഇഫ് വി ആർ സെൽഫ് കംപ്ലീറ്റ് in all respects, we will have no needs. നാം നമ്മിൽ തന്നെ എല്ലാ കാര്യങ്ങളിലും പരിപൂർണതയുള്ളവരാണ് എങ്കിൽ, നാം സെൽഫ് സഫിഷ്യൻ്റ് ആണ് എങ്കിൽ നമുക്ക് ആവശ്യങ്ങളുണ്ട് എന്ന അവസ്ഥ മനസ്സിലാക്കാൻ സാധ്യമല്ല. എന്നാൽ ഒരു വ്യക്തിയും അവരിൽ തന്നെ പൂർണ്ണതയിലല്ല. അതുകൊണ്ട് നാം അപൂർണരാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുവാൻ വലിയ ആവശ്യം നമുക്കുണ്ട്. നാം അപൂർണരാണ്. അതുകൊണ്ട് നാം പൂർണ്ണത പ്രാപിപ്പാൻ ആവശ്യമുള്ളവരുമാണ്. അതുകൊണ്ട് ഈ നോമ്പുകാല ചിന്തകളിൽ വളരെ ഊന്നൽ കൊടുത്ത് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ അപൂർണതയുടെ അവസ്ഥയാണ്. ആത്മീയത അപൂർണതയിൽ നിന്ന് പൂർണ്ണതയിലേക്കുള്ള വളർച്ചയാണ് എന്ന ആശയമാണ് പ്രധാനമായും ഈ വീഡിയോയിൽ ഏവരുമായി പങ്കിടുവാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്നാൽ പലപ്പോഴും നാം നമ്മിൽ തന്നെ സമർത്ഥരാണ്, മിടുക്കരാണ്, നമ്മുടെ കാര്യം നടത്തിക്കൊണ്ടുപോകാനുള്ള എല്ലാ സാഹചര്യവും കഴിവും നമുക്കുണ്ട്, നമുക്ക് ആരുടെയും സഹായം ആവശ്യമില്ല, നമ്മളിൽ തന്നെ നാം പരിപൂർണരാണ് എന്ന് ചിന്തിക്കുന്നത് നമുക്ക് വേണ്ടതുപോലെ വിവരമില്ലാത്തത് കൊണ്ടും ബോധ്യമില്ലാത്തത് കൊണ്ടുമാണ്. അത് ഞാൻ അത്രമാത്രം ഒന്ന് സൂചിപ്പിച്ചിട്ട് മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നാം ഈ നോമ്പ് കാലത്ത് തിരിച്ചറിയേണ്ടത്, ആദ്യമായി നാം അപൂർണരാണ്, രണ്ടാമതായി
നാം അപൂർണരാണ് എന്നത് നാം അറിയുന്നില്ല. നാം അപൂർണരാണ് എന്നത് പലപ്പോഴും ബഹുഭൂരിപക്ഷം ആളുകളും അറിയുന്നില്ല. പൗലോസ് അതിൻ്റെ ക്ഷമിക്കണം, കാരണം എന്താണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 13-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നാം ഇപ്പോൾ ഭാഗികമായി മാത്രം അറിയുന്നു. നൗ വി നോ ഇൻ പാർട്ട്. ഉദാഹരണമായിട്ട് നാം എപ്പോഴും പറയാറുണ്ട്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം. ഞായറാഴ്ച പള്ളിയാരാധന കഴിയുമ്പോൾ പുരോഹിതന്മാർ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നതാണ്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ക്രിസ്തുയേശുവിൽ കാൽക്കട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ സമാധാനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല, എന്നാൽ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന ധാരണയിലാണ് ഈ മതം മുഴുവനും സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത്. അതിൻ്റെ അംശമായിട്ട് നിന്നുകൊണ്ടാണ് പുരോഹിതന്മാർ വിളിച്ചു പറയുന്നത്, സകല ബുദ്ധിയെയും കവിത സമാധാനം, ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ പേരുണ്ടായിരിക്കട്ടെ. ഇങ്ങനെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്, ഉള്ളിൽ ആശ്വാസമാണെങ്കിലും ഇതിലൊരു വലിയ യുക്തിസഹജമായ അപാകതയുണ്ട്, ഒരു വൈരുദ്ധ്യം ഉണ്ട്, ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട് എന്നാരും തിരിച്ചറിയാറില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് ലോകത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും തിരിച്ചറിയാത്ത ഒരു കാര്യം, എല്ലാറ്റിനെയും പറ്റിയുമുള്ള, പ്രത്യേകിച്ച് ദൈവത്തെ പറ്റിയുള്ള നമ്മുടെ അറിവ്, നമ്മുടെ ധാരണകൾ, സങ്കല്പങ്ങൾ എല്ലാം അപൂർണമാണ്. വാസ്തവത്തിൽ നമ്മെ ലജ്ജിപ്പിക്കത്തക്ക വിധത്തിൽ അപൂർണമാണ്. പക്ഷേ ഓരോ മതത്തിലെ ആളുകളും ഓരോ മതത്തിനുള്ളിലുള്ള വിവിധ കൂട്ടർ ഭാഗത്തിലുള്ള ആളുകളുമൊക്കെ പറയുന്നത്, വിചാരിക്കുന്നത്, ഇങ്ങനെ നിർബന്ധമായി പിടിച്ചു മുറുക്കി വച്ചിരിക്കുന്ന വിശ്വാസം, ഞങ്ങൾക്ക് എല്ലാം അറിയാം, ഞങ്ങൾ അറിയുന്നതിനപ്പുറത്തൊന്നുമില്ല എന്ന ഈ ഒരു ധാരണയിലാണ് മനുഷ്യർ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് മതത്തിൻ്റെ മേഖലയിൽ ആരും വളരാത്തത്. വളരുവാൻ ആവശ്യമില്ല, കാരണം എല്ലാം സമ്പൂർണ്ണമായ നമ്മുടെ കയ്യിലായല്ലോ, അതുകൊണ്ട് ഇനി അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ യേശു എപ്പോഴും ഉത്ബോധിപ്പിച്ചുകൊണ്ടേയിരുന്നു, നിങ്ങൾ അന്വേഷിപ്പീൻ, അന്വേഷിക്കേണ്ട ആവശ്യം എന്താണ്, നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ അപൂർണതയുടെ അവസ്ഥയാണ്, ഇത് തുടരുന്നത് നിങ്ങൾക്ക് നന്നല്ല, നിങ്ങൾ അന്വേഷിപ്പീൻ, കണ്ടെത്തുവീൻ. അത് ഒന്നോ രണ്ടോ പേർക്കോ ഒന്നോ രണ്ടോ തലമുറകൾക്കോ നൽകുന്ന നിർദ്ദേശമല്ല, മനുഷ്യജാതി അതിൻ്റെ ചരിത്രം അവസാനിക്കുന്നത് വരെ നിലനിർത്തേണ്ട ആത്മീയമായ അച്ചടക്കമാണ് ഈ അന്വേഷണം എന്നുള്ളത്. അന്വേഷണത്തിൽ കൂടെ പുതിയ പുതിയ കാര്യങ്ങൾ, ഇന്നുവരെ അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ മനസ്സിലാക്കി മുൻപോട്ട് പോകുമ്പോൾ മാത്രമേ പൂർണ്ണതയോട് കൂടുതൽ അടുക്കുവാനായി നമുക്ക് ഇടയാകുകയുള്ളൂ. പൂർണ്ണതയിൽ ഇടം പിടിക്കുക എന്നതാണ് മനുഷ്യന് സമാധാനം പ്രാപിക്കാനുള്ള ഏക മാർഗം എന്ന് യേശു വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് നാം അറിയുന്നതെല്ലാം ഭാഗികമായി മാത്രം അറിയുന്നു എന്നത് നാം ദൈവത്തോട് പാലിക്കുന്ന ബന്ധത്തിൽ വളരെ അധികം പ്രശ്നങ്ങൾ വരുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ നാം എപ്പോഴും നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കേണ്ട ഒരു കാര്യമാണ്, നാം ദൈവത്തെ വേണ്ടതുപോലെ അറിയുന്നില്ല എങ്കിലും ദൈവത്തെപ്പറ്റി വലിയ വലിയ പ്രസ്താവനകൾ ഘോരം നടത്തുവാൻ നമുക്ക് വലിയ സന്തോഷമാണ്. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, നിങ്ങൾ ദൈവത്തെപ്പറ്റി കള്ളസാക്ഷ്യം പറയരുത്. ദൈവത്തെപ്പറ്റി ഒന്നും അറിയാതെ, ദൈവം അങ്ങനെയാണ് ഇങ്ങനെയാണ്, ദൈവത്തിൻ്റെ സ്വഭാവം അതാണ് ഇതാണ്, ദൈവത്തിൻ്റെ കൂറ് ഞങ്ങളോടാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പരിധിക്ക് വെളിയിലാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തിനെതിരെ കള്ളസാക്ഷ്യം പറയുന്നവരാണ്. കൂടുതൽ മത എരിവുള്ളവർ കൂടുതൽ ദൈവത്തിനെതിരെ കള്ളസാക്ഷ്യം പറയുന്നു എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം. ഇപ്പോൾ നാം ചെയ്യുന്നത് എന്താണ്? അല്പമായ ചില കാര്യങ്ങൾ അവിടെ ഇവിടെ, ചില കോണുകളും മുറികളും മാത്രം അറിഞ്ഞിട്ട് അതാണ് എല്ലാ അറിവിൻ്റെയും ആകത്തുക എന്ന വലിയ പൊട്ടത്തരത്തിൽ, തെറ്റിദ്ധാരണയിൽ നാം അതും ഇതുമൊക്കെ വിളിച്ചു പറയുകയാണ്. ചില അംശങ്ങളെ അറിഞ്ഞിട്ട് അത് പൂർണ്ണതയാണ്, അത് പൂർണ്ണതയുടെ ആകത്തുകയാണെന്ന വിധത്തിലാണ്
നാം മതപരമായി വർഗീയമായി നിഗളിക്കുന്നത് ഇത് ഒരു അപകടമാണ്. ഈ ഒരു വിധത്തിലും ന്യായീകരിക്കാത്ത അവസ്ഥയിൽ നിന്നാണ് മനുഷ്യർ വർഗീയമായ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നത്, നടപ്പാക്കുന്നത് എന്നുകൂടെ മനസ്സിലാക്കാതെന്ന് ഭാരതത്തിൽ ഒരു വലിയ പ്രശ്നമായി, സമകാലീന പ്രശ്നമായി തലയുയർത്തി നിൽക്കുന്നത് കൊണ്ടുകൂടെ ഞാനൊന്ന് സൂചിപ്പിക്കാം. ഒരു കഥ കേട്ടിട്ടുള്ളത്, ഒരു നിരീശ്വരവാദിയായ വ്യക്തി അദ്ദേഹത്തിൻ്റെ കൂടെ വിമാനത്തിൽ യാത്ര ചെയ്ത് അടുത്ത സീറ്റിൽ നിന്ന് യാത്ര ചെയ്ത പെൺകുട്ടി വേദപുസ്തകം വായിക്കുന്നത് ശ്രദ്ധിച്ച് അവളോട് ചോദിച്ചു, നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം ആരാണ് എന്ന് നിനക്ക് പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ പെൺകുട്ടി അവളോട് പറഞ്ഞു, ഓക്കെ ഞാൻ പറയാം, പക്ഷെ എനിക്ക് അതിന് മുമ്പ് തങ്ങളോടൊരു ചോദ്യം ചോദിക്കാറുണ്ട്. അതെന്താണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കുതിരയും ആടും പശുവും ആഹാരം കഴിക്കുന്നുണ്ട്, പ്രകൃതിയിൽ നിന്ന് ആഹാരം കഴിക്കുന്നുണ്ട്, പുല്ല് ഇത്യാദിയൊക്കെ കഴിക്കുന്നുണ്ട്. കുതിര കഴിക്കുന്ന കാര്യം എന്താണ്? ചകിരി, നാര് പോലെയുള്ള ഒരു അവസ്ഥയിലാണ് അത് വിസർജിക്കുന്നത്. ആട് തിന്നാൽ അത് വെടിയുണ്ട പോലെ ചെറിയ ചെറിയ പെല്ലറ്റ്സ് പോലെയാണ് അത് വിസർജിക്കുന്നത്. പിന്നെ പശു ആണെങ്കിൽ നമുക്കറിയാം, ഒരു ചതഞ്ഞ കേക്ക് പോലെയാണ് ചാണകം വന്ന് വീഴുന്നത്. എന്താണ് ഇങ്ങനെ വ്യത്യാസം വരുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് പറഞ്ഞു, അതെനിക്കറിയില്ല, അത് എൻ്റെ കാര്യമൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി ചോദിച്ചു, തീട്ടം മനസ്സിലാകാത്ത തനിക്ക് ദൈവത്തെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ ഒക്കുന്നത് എന്ന് ചോദിച്ചു എന്നൊരു കഥയുണ്ട്. ഹൗ കൻ യു ഹു ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ഷിറ്റ് അണ്ടർസ്റ്റാൻഡ് ഗോഡ് എന്ന് ചോദിച്ചു എന്നൊരു കഥയുണ്ട്. ഏതായാലും അതങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ എനിക്ക് വളരെ കൗതുകമായിട്ട് തോന്നിയിട്ടുള്ള കാര്യം, എട്ടും പൊട്ടും അറിയാൻ മേലാത്ത ആളുകൾക്കും ദൈവത്തെ പറ്റി പരിപൂർണമായ അറിവുണ്ട് എന്നവരങ്ങ് സങ്കല്പിക്കുകയാണ്. അവരുടെ അറിവിനപ്പുറത്ത് ദൈവത്തിന് യാതൊരു സാധ്യതയുമില്ല. അവരുടെ അറിവിൻ്റെ പരിധിക്കപ്പുറത്ത് പോയി പ്രവർത്തിക്കാൻ ദൈവത്തിന് സ്വാതന്ത്ര്യവുമില്ല. അപ്പം അതുകൊണ്ട് ദൈവം ആരാണെന്നും എങ്ങനെയാണെന്നും ദൈവത്തെ എപ്രകാരമാണ് പ്രീതിപ്പെടുത്തേണ്ടതെന്നും ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതുപോലെ തന്നെ ദൈവത്തോട് സംസാരിക്കേണ്ടത് ഏത് ഭാഷയാണെന്ന് നമുക്കറിയാം. ആ ഭാഷയിൽ പറഞ്ഞാൽ മാത്രമേ ദൈവത്തിന് മനസ്സിലാകത്തുള്ളൂ. ആ ഭാഷയുടെ പേരാണ് മറുഭാഷ എന്നൊക്കെ തട്ടിവിടുമ്പോൾ ചിരിച്ച് 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 ഊപ്പാട് വരേണ്ട അവസ്ഥയാണ്. പക്ഷെ ആരും ചിരിക്കുന്നില്ല, എന്തുകൊണ്ടോ എന്നോർത്ത് ഞാനങ്ങ് ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ തരുണത്തിൽ ബറൂക്ക് സ്പിനോസ എന്ന് പറയുന്ന വലിയ ചിന്തകൻ പറഞ്ഞ ഏതാനും വാക്കുകൾ എൻ്റെ മനസ്സിൽ വന്നത് ഞാനിവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട്. All attempts to determine the nature of God are a negation of God. നാം ദൈവത്തിൻ്റെ സ്വഭാവം ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ നാം വാസ്തവത്തിൽ നിരീശ്വരവാദികളാണ്. കാരണം നാം ദൈവത്തെ അറിയുന്നവരല്ല, നാം ദൈവത്തെ നിരാകരിക്കുന്നവരാണ്. All attempts to determine the nature of God are a negation of Him, nature of God. ഉദാഹരണമായിട്ട് നാം പറയുന്നത് ദൈവം നീതിമാനാണ്, ദൈവം അനന്തമായി പൊറുക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ ദൈവം ക്ഷമയില്ലാത്തവനോ മാപ്പ് തരാത്തവനോ അല്ലെന്ന വാദം എനിക്കില്ല. എങ്കിലും നാം അത് പറയുമ്പോൾ അതിൻ്റെ പുറകിലുള്ള ചിന്തയും താല്പര്യവും, നമ്മളോട് ദൈവം കരുണ കാണിക്കണം, അതുപോലെ മറ്റുള്ളവരോട് നമുക്കിഷ്ടമില്ലാത്തവരോട് ദൈവം കരുണ കാണിക്കരുത് എന്നുള്ള സങ്കുചിതമായ താല്പര്യത്തിൽ മാത്രമാണ് ബഹുഭൂരിപക്ഷം ആളുകളും ദൈവം അനന്തമായി ക്ഷമിക്കുന്നു, സഹിക്കുന്നു എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് നാം ഈ തരുണത്തിൽ ഓർക്കേണ്ട ഒരു കാര്യം, ഭാരതത്തിൽ നാം വസിക്കുമ്പോൾ നമ്മുടെ സഹോദരി സഹോദരങ്ങളായ ഹിന്ദുക്കളായ ആളുകൾ ദൈവത്തെ 1000, ഇപ്പം വിഷ്ണുവിന് സഹസ്രനാമം, വിഷ്ണുവിന് 1000 പേരുകളുണ്ട്. എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് ചെറുപ്പത്തിൽ മനസ്സിലാകുമായിരുന്നില്ല. ഇത് മാത്രവുമല്ല, ഹിന്ദുക്കൾക്ക് 33 കോടി ദൈവങ്ങളുണ്ട്. അതിൻ്റെ കാര്യം എന്താണ്? എത്ര 33 അല്ല 3000 കോടി ദൈവങ്ങളുണ്ടായാലും അവയൊക്കെയും മനുഷ്യനിർമ്മിതമായ സങ്കല്പങ്ങളാണ്. അതിൻ്റെ ആകത്തുക വെച്ചാലും യഥാർത്ഥ ദൈവത്തിൻ്റെ സ്വഭാവം അതിൻ്റെ പൂർണ്ണതയിൽ, അതിൻ്റെ സത്യത്തിൽ തിരിച്ചറിയുവാൻ മനുഷ്യർക്ക് സാധ്യമല്ല. ദൈവത്തെ 1000 പേര് വിളിച്ചാലും 1000 പേരുകൾ കൊണ്ട് വിളിച്ചാലും
അതുകൊണ്ട് ആ ദൈവം എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ അളക്കുവാനോ മനസ്സിലാക്കുവാനോ നമുക്ക് സാധ്യമല്ല. ഇത് മനുഷ്യന്റെ പരിമിതി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാഴ്ചപ്പാടാണെന്ന് ഹിന്ദുക്കൾക്ക് പോലും അറിയില്ല എന്നാണ് എൻ്റെ പരിമിതമായ പരിചയത്തിൽ നിന്ന് ബോധ്യമായിട്ടുള്ളത്. ഇപ്പോൾ വിഷ്ണുവിന് 1000 പേരുണ്ടെങ്കിൽ ആ 1000 പേര് അനുദിനവും ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ ദൈവസങ്കല്പത്തിൻ്റെ പൂർണ്ണത പ്രാപിക്കാമെന്ന് വിശ്വസിക്കുന്നതെങ്കിൽ അത് മണ്ടത്തരമാണ്. 33 കോടി ദൈവങ്ങൾ ഉണ്ടെങ്കിൽ ആ 33 കോടി ദൈവങ്ങളെയും കൂട്ടിവെച്ചാൽ സാക്ഷാൽ ദൈവത്തിൻ്റെ ആകത്തുകയാകും എന്ന് പറയുന്നതും മൗഢ്യമാണ് എന്ന തിരിച്ചറിവാണ് ഈ കാലത്ത് നമുക്ക് ഏറ്റവും വേണ്ടത്. കാരണം നമ്മുടെ അറിവ് പരിമിതമാണ് എന്ന ബോധ്യമുണ്ടെങ്കിൽ ദൈവത്തെ പറ്റിയുള്ള നമ്മുടെ സങ്കല്പങ്ങളിൽ നാം അല്പം എളിമ കാണിക്കുകയും തൽഫലമായി അന്യോന്യം സഹിക്കുകയും പൊറുക്കുകയും ചെയ്യാനും വർഗീയമായ ഈ അസഹിഷ്ണുത അല്പം ഒന്ന് കുറയ്ക്കാനും സാധിക്കും എന്നത് ഈ തരുണത്തിൽ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. അതുകൊണ്ട് നാം ദൈവത്തെ മനസ്സിലാക്കുന്നത് നമ്മുടെ സൗകര്യമനുസരിച്ച്, നമ്മുടെ പരിമിതമായ കഴിവുകളനുസരിച്ച് ചില കാര്യങ്ങൾ നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ വെച്ച് ദൈവത്തെപ്പറ്റി അതും ഇതൊക്കെ പറയുന്നു. എന്നാൽ അത് മാത്രമാണ് ദൈവം എന്ന് പറയുമ്പോൾ നാം ദൈവത്തിനെതിരെ കള്ളസാക്ഷ്യം പറയുന്നു. ഈ ഒരു ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യത്തെപ്പറ്റി സ്പഷ്ടമായ ഒരു ബോധവൽക്കരണം ഈ നോമ്പ് കാലത്ത് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ നാം ദൈവത്തെപ്പറ്റി അറിയുന്നത് നമുക്ക് ഏറ്റവും സൗകര്യമായ വിധത്തിൽ, ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത് ആ കംഫർട്ട് സോൺസ്, അതിൽ ഫിറ്റ് ചെയ്യാവുന്ന ദൈവത്തെ മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ സാധ്യമാകുകയുള്ളൂ. എന്നാൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, മനുഷ്യനിർമ്മിതമായ എല്ലാ സംവിധാനങ്ങളും വളരെ പരിമിതിയേറിയതാണ്. അതിൽ ഒതുക്കാവുന്ന ഒരു ദൈവം ഒരിക്കലും നിത്യനായ ദൈവമാകുകയില്ല. സർവ്വലോകത്തെയും സൃഷ്ടിച്ച ദൈവത്തെ മനുഷ്യനിർമ്മിതമായ ചട്ടക്കൂടിനകത്ത് ഒതുക്കാനൊക്കത്തില്ല എന്നറിയാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും ഈ വൈകിയ വേളയിൽ വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾക്ക് ഉണ്ടാകേണ്ട വളരെ അത്യാവശ്യമുണ്ട് എന്ന് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായും മറന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് ആവർത്തിക്കേണ്ട നിർബന്ധമുണ്ടാകുകയാണ്. അതുകൊണ്ട് ഈ പശ്ചാത്തലത്തിൽ വേണം യേശു എന്തുകൊണ്ട് മരുഭൂമിയിൽ ധ്യാനിക്കാൻ പോയി എന്ന് നാം മനസ്സിലാക്കാൻ. ഇപ്പോൾ യേശു മരുഭൂമിയിൽ പോയത് അതിൻ്റെ ഒരു ഭാഗം ടു റിജക്റ്റ് ദ കംഫർട്ട് സോൺസ്. നമ്മളിപ്പോൾ പരിഷ്കാരത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് സംഘടിതമായ മതത്തിൻ്റെ മക്കളായി ആരാധനയ്ക്കൊക്കെ പങ്കെടുക്കുമ്പോൾ അത് നമ്മുടെ സൗകര്യം മാത്രമാണ്. ഇപ്പം ഞായറാഴ്ച ഒരു ദിവസം മാറ്റി വച്ചിരിക്കുന്നു, ആ ദിവസം എല്ലാം അളന്ന് കുറിച്ച് വെച്ചിരിക്കുകയാണ്. വചനത്തിന് വേണ്ടി 12 മിനിറ്റ്, അത് 13 മിനിറ്റായ ആളുകൾക്ക് ശ്വാസം മുട്ടൽ. പിന്നെ വചന ശുശ്രൂഷ ഇപ്പോൾ നടക്കുന്നതനുസരിച്ച് ആ ശ്വാസം മുട്ടൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നിലവിലുള്ള പരിമിതമായ ധാരണകൾ, താല്പര്യങ്ങൾ, ആശയങ്ങൾ, നാം സൃഷ്ടിച്ച വളരെ പരിമിതിയുള്ള സംവിധാനങ്ങൾ, ചട്ടക്കൂടുകൾ, ഇവയിൽ നിന്നൊക്കെ മോചനം പ്രാപിച്ച് ഇതിൻ്റെ ഒന്നും ഭാരമില്ലാതെ, ഇതിൻ്റെ ഒന്നും ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ വ്യക്തിയും അവൻ്റെ സൃഷ്ടികർത്താവായ ദൈവവും അഭിമുഖമായി ആയിരിക്കുന്ന അവസ്ഥയാണ് ഈ മരുഭൂമിയിലെ അവസ്ഥ എന്നത് നാം ആദ്യമേ മനസ്സിലാക്കുക. രണ്ടാമത്, ഈ മരുഭൂമിയിലെ അവസ്ഥയിൽ മനുഷ്യനിർമ്മിതമായ ഒരു ഉപകരണവും ഒരു ഉപാധിയും ഒരു ഊന്നുവടിയുമില്ല. അങ്ങനെ നാം സാധാരണ ഈ പരിഷ്കൃത ലോകത്ത് ജീവിക്കുന്നത് 1000 ഊന്നുവടിയുടെ സഹായത്തോടു കൂടെയാണ്. നാം അത് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. എന്നാൽ ഇതൊക്കെ വിട്ട് മരുഭൂമിയിലേക്ക് പോകുമ്പോൾ നാം അനുദിനം ആശ്രയിച്ച് നിൽക്കുന്ന എല്ലാ ഊന്നുവടികളും പോകുകയും നാം നമ്മുടെ 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടിയും വരും. അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ആ സാഹചര്യത്തിൽ മാത്രമേ നാം എത്രമാത്രം ബലഹീനരാണെന്നോ അല്ലെങ്കിൽ നമുക്ക് എത്രമാത്രം ബലമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ യേശു മരുഭൂമിയിലേക്ക് പോയതിൻ്റെ രണ്ടാമത്തെ ഉദ്ദേശം ഞാനിവിടെ നോട്ട് ചെയ്തിരിക്കുന്നത്, ടു ഹാവ് ദ കറേജ് ടു ബി ഫ്രീ ഫ്രം ഓൾ മാൻ മെയ്ഡ് പ്രോപ്സ്.
മൂന്നാമത്, മനുഷ്യൻ വളരുന്നത്, അവൻ പരിശീലിപ്പിക്കപ്പെടുന്നത് ഈ പരിഷ്കൃത ലോകത്തിൻ്റെ ചട്ടക്കൂടിലാണ്. അതുകൊണ്ട് അതിൻ്റെ ആശയങ്ങളും അത് മനസ്സിലാക്കുന്ന വിധങ്ങളും അതിൻ്റെ ലക്ഷ്യങ്ങളും അനുസരിച്ച് മാത്രമാണ് നമ്മുടെ വ്യക്തിത്വം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ നിന്നുകൊണ്ട് സർവശക്തനായ ദൈവത്തെ മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമല്ല. ആയതിനാൽ ദൈവവുമായ യഥാർത്ഥത്തിൽ മനുഷ്യൻ ബന്ധം സ്ഥാപിക്കണമെങ്കിൽ ഇതൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ഒരു പുതിയ ആരംഭം, അതാണ് നിക്കോദീമോസിനോടുള്ള സംഭാഷണത്തിൽ യേശു പറയുന്നത്, നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ നീ ദൈവരാജ്യം കാണുകയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ആ വീണ്ടും ജനനം? തികച്ചും അടിസ്ഥാനപരമായ ഒരു പുതിയ ആരംഭം, എ റാഡിക്കലി ന്യൂ ബിഗിനിങ്. മറ്റുള്ളവർ സൃഷ്ടിച്ച ഇതുവരെയുള്ള അടിത്തറയിൽ കുറച്ചുകൂടെ പണിയുകയല്ല, ഒരു പുതിയ അടിത്തറയിൽ തന്നെ ആത്മീയമായ അനുഭവങ്ങളും വ്യക്തിത്വവും പണിത് എടുക്കാനുള്ള ആ ഒരു പുതിയ ആരംഭത്തെ കുറിക്കുന്നതിന് വേണ്ടിയാണ് യേശു മരുഭൂമിയിലേക്ക് പോയത്. അല്ലാതെ ലോകമെന്ന് പറയുന്നത് തുടർച്ചയുടെ ഇടമാണ്. മറ്റുള്ളവർ ചെയ്യുന്നു, അതനുസരിച്ച് നാം തുടരുന്നു. ഒരു തലമുറ അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നു, ആ തലമുറ അതിന് വരുന്ന തലമുറയ്ക്ക് കൈമാറുന്നു. നാം ഇപ്പോൾ വെച്ച് പുലർത്തുന്ന എല്ലാ അറിവുകളും താരിഫുകളും രീതികളും എല്ലാം ഇങ്ങനെ കൈമാറി 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 നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. ഇതിൻ്റെ മധ്യത്തിൽ യഥാർത്ഥത്തിൽ ഒരു പുതിയ ആരംഭം കുറിക്കുവാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല, അല്പം പോലുമില്ല. ആ യാഥാർത്ഥ്യം കണക്കിലെടുത്തിട്ടാണ് യേശു നിക്കോദീമോസിനോട് പറയുന്നത്, നീ വീണ്ടും ജനിക്കണം. നിക്കോദീമോസിനോ പെട്ടെന്ന് കാര്യം മനസ്സിലായി. അവൻ സംഗതി ഇച്ചിരി ഒന്ന് വളച്ചൊടിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവന് കാര്യം മനസ്സിലായപ്പോൾ അവൻ മിണ്ടാതെ അവിടുന്ന് പോവുകയാണ് ചെയ്തത് എന്ന് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകാവുന്ന. അപ്പോൾ അതുകൊണ്ട് യേശു മരുഭൂമിയിൽ 40 രാവും 40 പകലും ഉപവസിച്ച ശേഷം സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട ആദ്യത്തെ പരീക്ഷ എന്തായിരുന്നു? നീ ദൈവത്തിനെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക, അങ്ങനെ നിന്റെ വലിയ വിശപ്പടക്കാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നിന്റെ കഴിവ് എപ്രകാരം ഉപയോഗിക്കണമെന്ന് ലോകം പഠിപ്പിച്ചിട്ടുണ്ട്. ആ ലോകം നൽകുന്ന അറിവനുസരിച്ച് നിന്റെ എല്ലാ കഴിവുകളും ആദ്യമായും ആത്യന്തികമായും നിന്റെ ഗുണത്തിന് വേണ്ടി, നിന്റെ സൗകര്യത്തിന് വേണ്ടി പ്രയോഗിക്കുക. ആ ഒരു പരീക്ഷയ്ക്ക് യേശു വഴിപ്പെട്ടു പോയിരുന്നുവെങ്കിൽ, അടിമപ്പെട്ടു പോയിരുന്നുവെങ്കിൽ, യേശു ആ മണലാരണ്യത്തിൽ തന്നെ, മരുഭൂമിയിൽ തന്നെ അവിടെയുള്ള കല്ലുകളെല്ലാം അപ്പമായി രൂപാന്തരപ്പെടുത്തി അത് തിന്നുകൊണ്ട് അവിടെ കിടന്നേനെ മനുഷ്യരാശിക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ടാകുമായിരുന്നില്ല എന്ന് ദയവായി മനസ്സിലാക്കി. അപ്പോൾ അതുകൊണ്ട് ഈ ലോകം നാം അറിയാതെ യഥാർത്ഥത്തിൽ ഈ ലോകത്തിലെ മരുഭൂമി എന്ന് പറയുന്നത് ഈ പരിഷ്കൃത ലോകമാണ്. മനുഷ്യൻ്റെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള മരുഭൂമി പരിഷ്കൃത ലോകം തന്നെയാണ്. ഇവിടെ മനുഷ്യൻ ഈ മരുഭൂമിയോട്, ആത്മീയമായ മരുഭൂമിയോട് താതാത്മ്യം പ്രാപിച്ച് അതിൻ്റേതായ വിധങ്ങൾ മാത്രമാണ് ആത്യന്തികമായ യാഥാർത്ഥ്യമെന്ന് തെറ്റിദ്ധരിച്ച് അതിൽ പരിപൂർണമായി ഒതുങ്ങി അടങ്ങി കഴിഞ്ഞ് ഓടുകയാണ്. അതുകൊണ്ട് ഈ മരുഭൂമിയിൽ തന്നെ നമുക്കൊരു ശാശ്വത ഭവനം ഉണ്ടാകണം എന്നതാണ് എല്ലാവരുടെയും താല്പര്യം. അപ്പോൾ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിൽ ഒരു പുതിയ ആരംഭം, സമൂലമായ പരിവർത്തനത്തിൻ്റെ പുതിയ ആരംഭത്തിലേക്ക് പ്രവേശിക്കുവാൻ മനുഷ്യർക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് മാത്രമേ മനുഷ്യർക്ക് വിടുതൽ പ്രാപിപ്പാൻ ഇടയാകത്തുള്ളൂ എന്നാണ് യേശു തൻ്റെ അനുഭവത്തിൽ കൂടെ ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഇനി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ആത്മീയവും മതപരവുമായ അറിവുകളെല്ലാം വളരെ 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 പരിമിതമാണ്. നമ്മുടെ താല്പര്യങ്ങളും പരിമിതമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം മതത്തിൽ നമുക്ക് ഏറ്റവും താല്പര്യമുള്ളത് അതിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടോ. അതുകൊണ്ടാണ് നമ്മുടെ കാലത്ത് ഈ പ്രോസ്പെറിറ്റി ഗോസ്പൽ വിറ്റ് നടക്കുന്ന
കാട്ടുകള്ളന്മാർക്ക് ഇത്രമാത്രം പ്രീതിയും അവർ പന പോലെ നമ്മുടെ മധ്യത്തിൽ തഴച്ചു വളരുന്നത് എന്ന് മനസ്സിലാക്കി. കാരണം ഒന്നിനെയും അതിൻ്റെ പൂർണ്ണതയിൽ അറിയുവാനോ സ്വീകരിപ്പാനോ നമുക്ക് കെൽപ്പില്ല, താല്പര്യവുമില്ല. യേശുവിൻ്റെ രണ്ടാമത്തെ പരീക്ഷ എന്ന് പറയുന്നത് സാത്താൻ യേശുവിനെ യെരൂശലേം ദേവാലയത്തിൻ്റെ മുകളിൽ കൊണ്ട് നിർത്തി അവിടെ നിന്ന് താഴോട്ട് ചാടി ഒരു അത്ഭുതം കാണിച്ച് ജനങ്ങളെ കണ്ണഞ്ചിപ്പിച്ച് അതിൻ്റെ ഗുണഫലം കൊയ്യുവാനുള്ള ആ ഒരു ദുഷ്പ്രേരണയാണ്. അതിൻ്റെ അർത്ഥം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മതത്തെപ്പറ്റി അവർ ചിന്തിക്കുമ്പോൾ, മതത്തെ പരിഗണിക്കുമ്പോൾ അവനതിൽ ഏറ്റവും താല്പര്യമുള്ളത് അത്ഭുത പ്രവൃത്തികൾ, വീര്യപ്രവൃത്തികളായിരിക്കും. കാരണം അതുകൊണ്ട് വല്ലതും ഭൗതികമായ വല്ല ഗുണം കിട്ടും എന്നതുകൊണ്ട് മാത്രമാണ് ഈ അത്ഭുത പ്രവൃത്തികളോട് മനുഷ്യർക്ക് ഇത്ര വലിയ പൂതി അല്ലെങ്കിൽ താല്പര്യം എന്ന് മനസ്സിലാക്കുക. അതിനകത്ത് യാതൊരു ആത്മീയമായ പരിഗണനയുമില്ല, തികച്ചും സ്വാർത്ഥത മാത്രമാണ്. അതുകൊണ്ടാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും അന്വേഷിച്ചു വന്ന പരീക്ഷന്മാരെയും ശാസ്ത്രിമാരെയും യേശു വളരെ നിശിതമായ ഭാഷയിൽ വിമർശിച്ചത് എന്ന് ഈ തരുണത്തിൽ ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചിട്ട് കൊള്ളട്ടെ. അതുകൊണ്ട് ദയവായി നാം നമ്മുടെ മത സങ്കല്പങ്ങൾ, മതത്തെപ്പറ്റിയുള്ള നമ്മുടെ ധാരണകളിൽ അടങ്ങിയിരിക്കുന്ന താല്പര്യങ്ങളൊക്കെ വളരെ വികൃതവും പരിമിതവുമാണ് എന്ന് തിരിച്ചറിയുന്ന ഒരവസ്ഥയായി ഈ 2026 നോമ്പ് ഭവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മൂന്നാമതായി നമുക്കറിയാം, യേശുവിനെ പരീക്ഷിച്ചത് സാത്താൻ അവനെ ഒരു വലിയ മലയുടെ മുകളിൽ കൊണ്ടുവന്ന് ലോകത്തെയും അതിൻ്റെ രാജ്യങ്ങളുടെ പ്രതാപങ്ങളെയൊക്കെ കാണിച്ചിട്ട് നീ ഒന്ന് വീട് നമസ്കരിച്ചാൽ ഇതെല്ലാം നിനക്ക് നൽകും എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ആരാധന എന്ന് പറഞ്ഞാൽ ദൈവത്തെ മാനിപ്പുലേറ്റ് ചെയ്യുക, ദൈവത്തെ നമ്മുടെ താല്പര്യമനുസരിച്ച് സ്വാധീനിക്കുക, വളച്ചൊടിക്കുക. അതിൻ്റെ പുറകിൽ വർത്തിക്കുന്ന ലക്ഷ്യം എന്താണ്? വല്ലതും കിട്ടണം, ലോകത്തിൻ്റെതായ വല്ലതും കിട്ടണം. അത് നമ്മളിപ്പം കേരളത്തിലാണെങ്കിൽ ഇന്ന് നല്ല അവസ്ഥയിൽ കഴിയുന്നവരൊക്കെ വെളിയിൽ പോയി ജോലി ചെയ്യുന്നവരോ ആ ജോലി ചെയ്ത കുടുംബത്തിലെ അംഗങ്ങളുമാണ്. അപ്പോൾ എമിഗ്രേഷൻ തൊട്ട് എംപയർ ബിൽഡിംഗ് വരെ അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവൻ കീഴടക്കി, അന്ന് അറിയപ്പെട്ട ലോകം മുഴുവൻ കീഴടക്കി. അതിൻ്റെ ഒരു ചെറിയ അംശമായിട്ടാണ് മലയാളി അവൻ്റെ പരിമിതമായ കഴിവനുസരിച്ച് അവിടെയും ഇവിടെയും പോയി കുറച്ച് സ്വത്തൊക്കെ ഉണ്ടാക്കി കേരളത്തിൽ വന്ന് അവൻ്റേതായ ഒരു എംപയറൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കഴിയുന്നു. അപ്പോൾ നാം ലോകത്തോട് ബന്ധം പുലർത്തുന്നത് അതിൽ നിന്ന് എന്തെങ്കിലും പ്രാപിപ്പാൻ, വ്യക്തിത്വ വളർച്ചയുടെ താല്പര്യത്തോടുകൂടെ ആരും പ്രവർത്തിക്കാറില്ല. കൂടുതൽ ധനത്തിൽ കേന്ദ്രീകരിക്കുമ്പോൾ തൽഫലമായി വ്യക്തിത്വത്തിൽ കൂടുതൽ ഇടിവ് വന്നുകൊണ്ടിരിക്കും എന്നത് ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ യേശു പഠിപ്പിച്ചു എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയിരിക്കുന്ന മൂഢനായ ധനികന്റെ ഉപമയിൽ നമുക്ക് വളരെ വ്യക്തമായി കാണാവുന്നതാണ്. ഒന്നുകിൽ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ നീ സമ്പത്ത് പ്രാപിക്കുക, അല്ലെങ്കിൽ ഭൗതികമായ സമ്പത്ത് പ്രാപിക്കുക. ഭൗതികമായ സമ്പത്തിന്റെ പുറകെ പോകുന്നവൻ എൻ്റെ വ്യക്തിത്വത്തിൽ പാപ്പരത്വം അനുഭവിക്കേണ്ടി വരും. അങ്ങനെയാണ് മുമ്പന്മാർ പിൻപന്മാരും, പിൻപന്മാർ മുമ്പന്മാരും ആകുന്നത് എന്ന് യേശു പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ വളരെ ആഴമേറിയ ആത്മീയമായ നിർദ്ദേശങ്ങളാണ്. അവ വേണ്ടതുപോലെ തിരിച്ചറിയാനും പ്രയോജനപ്പെടുത്തുവാനും നമുക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ നന്നായിരുന്നു. അപ്പം അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും അവൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം എന്താണ്? ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ യേശു മണലാരണ്യത്തിലേക്ക് അല്ലെങ്കിൽ മരുഭൂമിയിലേക്ക് പോയത് സാംസ്കാരിക ലോകം അവൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളെപ്പറ്റി വളരെയധികം തെറ്റിദ്ധാരണയിൽ കുരുക്കി ഇട്ടിരിക്കുമ്പോൾ ആ തെറ്റിദ്ധാരണകളുടെ മൂടുപടലങ്ങളിൽ നിന്ന് മുക്തി പ്രാപിച്ച് യഥാർത്ഥത്തിൽ അവൻ്റെ അടിസ്ഥാന ആവശ്യം എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു അവസരം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് യേശു മരുഭൂമിയിലേക്ക് പോയത്. ആ ഒരു സാഹചര്യത്തിൽ യേശുവിന് മനസ്സിലായ ഒരു പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം, മനുഷ്യൻ്റെ ഏറ്റവും പ്രാഥമികവും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതുമായ ആവശ്യം അവൻ്റെ വ്യക്തിത്വത്തിൽ പരിപൂർണത അല്ലെങ്കിൽ വ്യക്തിത്വത്തിൻ്റെ ആരോഗ്യം, ഹോൾനെസ് ഇൻ പേഴ്സണാലിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയും. ഹോൾനെസ് നാം ഇപ്പോൾ ഭാഗികമാണ്. ശരീരത്തിൽ കേന്ദ്രീകരിച്ചാണ് ലോകത്തിൻ്റെ സംസ്കാരം വളരുന്നത്. അതിൻ്റെ പോലും ഒരു 10 സാധ്യതയുടെ ഒരു 10% നമുക്ക് അനുഭവവേദ്യമല്ല.
എല്ലാറ്റിനെയും ഭാഗികമായി മാത്രം അറിയുന്നു, ഭാഗികമായി മാത്രം പ്രയോജനപ്പെടുത്തുന്നു. അതുകൊണ്ട് നമ്മുടെ വ്യക്തിത്വം വളരെയധികം ക്ഷാമത്തിൻ്റെ അവസ്ഥയിലാണ് എന്ന ഒരു യാഥാർത്ഥ്യം. ഈ ഒരു അവസ്ഥ ഇത് സാർവലൗകികമാണ്. എല്ലാ മനുഷ്യരും ഈ കെടുതി അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഈ അംശത്തിൻ്റെ ശ്വാസം മുട്ടലിൽ നിന്ന് പൂർണ്ണതയുടെ ആരോഗ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇടയാകുക. അത് തന്നെയാണ് ആത്മീയതയുടെ ലക്ഷ്യം. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഏത് അംശം പരിഗണിച്ചാലും ഈ ഒരു യാഥാർത്ഥ്യം വളരെ സ്പഷ്ടമായി വെളിപ്പെട്ടു വരുന്നതാണ്. അപ്പോൾ ആ വ്യക്തിപരമായ ആരോഗ്യത്തിൻ്റെ മർമ്മം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ ശരീരവും മനസ്സും ആത്മാവുമാകയാൽ അത് ഓരോ അംശവും അതിൻ്റെ പൂർണ്ണതയിൽ മാത്രവുമല്ല, ഈ മൂന്ന് അംശങ്ങളും അവ പരസ്പരമായ ബന്ധത്തിൻ്റെ പൂർണ്ണതയിൽ ദ ഹാർമണി ഓഫ് ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന വ്യക്തിത്വം വ്യക്തികൾക്ക് അതീതമായുള്ള സാധ്യതകളോട് പൊരുത്തപ്പെടുവാനും ദ ലാർജർ ഹാർമണി, അത് ആത്മീയമായി നോക്കുമ്പോൾ മനുഷ്യനും വ്യക്തിയും ദൈവവുമായുള്ള ബന്ധത്തിലെ ആ ഒരു ഒന്നായിത്തീരുന്ന അവസ്ഥ, സൃഷ്ടിയോടാകമാനം ഒന്നായിത്തീരുന്ന അവസ്ഥ, അതാണ് ഈ ലാർജർ ഹാർമണി എന്ന ആശയം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു അവസ്ഥ പ്രാപിപ്പാൻ യേശുവിന് ഈ മരുഭൂമിയിലെ 40 ദിവസത്തെ ധ്യാനം കൊണ്ട് അല്ലെങ്കിൽ ആത്മീയമായ അവസ്ഥ കൊണ്ട് സാധിച്ചു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് 3-3.5 വർഷക്കാലത്തെ പരസ്യ ജീവിതത്തിൽ യേശുവിൻ്റെ വ്യക്തിത്വത്തിലോ പ്രവൃത്തിയിലോ പ്രസ്താവനകളിലോ യാതൊരു വിധത്തിലുള്ള വൈരുദ്ധ്യങ്ങളും കോൺട്രഡിക്ഷൻസും ഇല്ലാതെ അവൻ ഏറ്റവും വ്യക്തമായി സുതാര്യമായി യാതൊരു വിധത്തിലുള്ള ഇടർച്ചയുമില്ലാതെ യാതൊരു വിധത്തിലുള്ള വൈരുദ്ധ്യങ്ങളുമില്ലാതെ അതിമനോഹരമായ വിധത്തിൽ തൻ്റെ ദൗത്യം പൂർത്തീകരിച്ചത്. In Jesus there was not even the faintest trace of any contradiction. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഓരോരോ മുറിയുടെ അറ്റം പിടിച്ച് പുഴു അവിടെ ഇവിടെയും കടിച്ചു കിടക്കുന്നത് പോലെ നാം ആയി കിടക്കുകയാണ്. ഈ അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ ആവശ്യമുണ്ട്. അത് സാധ്യമാകേണ്ടതിന് വേണ്ടിയാണ് യേശു ലോകത്തിലേക്ക് വരികയും ആ ദൈവരാജ്യ സങ്കല്പം നൽകി മനുഷ്യരിലേക്ക് ആനയിക്കുന്നതിൽ കൂടെ അവരുടെ വ്യക്തിത്വത്തിൽ രോഗശാന്തി വന്നിട്ട് അവർ സമൃദ്ധമായ ജീവന്റെ ഉടമകളായും സാക്ഷികളായും തീരത്തക്കവണ്ണമുള്ള ഒരു അത്ഭുതാവഹമായ ആത്മീയമായ വിപ്ലവത്തിൻ്റെ ആരംഭം കുറിച്ചത് എന്ന സമയത്ത് ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. അതുകൊണ്ട് ദൈവരാജ്യം എന്നത് ആ പുതിയ വ്യക്തിത്വത്തിലേക്കുള്ള ഒരു മടക്കയാത്രയാണ്. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ഫൈൻഡിങ് അവർ ന്യൂ ഹോം വയ ദ ന്യൂ ബർത്ത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ നല്ല ഫലം കായ്ക്കും. ആ നല്ല ഫലം കായ്ക്കുക എന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചു എന്നതിൻ്റെ ഏക തെളിവാണ്. പക്ഷെ നാം അങ്ങനെയല്ല ഇതിനെ മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരു കൾട്ടിൻ്റെ രൂപത്തിലാണ്. വീണ്ടും ജനിച്ചോ, ബോണഗെയിനാണോ ചോദിക്കുമ്പോൾ അർത്ഥമൊന്നും മനസ്സിലാക്കാതെയാണ് ബഹുഭൂരിപക്ഷം ആളുകളും ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നത് എന്ന് ദയവായി മനസ്സിലാക്കണമേ. സോ ഈ ഒരു അർത്ഥത്തിലാണ് വാസ്തവത്തിൽ നാം മതസ്വാതന്ത്ര്യത്തെ മനസ്സിലാക്കേണ്ടത്. എന്താണ് മതസ്വാതന്ത്ര്യം? നാം ഇപ്പോൾ അംശമായതിനെ അറിയുകയും അംശമായതിനെ ആശ്രയിക്കുകയും അംശമായതിനെ ആഗ്രഹിക്കുകയും ചെയ്ത് അംശമായതിൽ നാം തടങ്കൽ പുള്ളികളായി കഴിയുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെയും ജീവിതത്തിൻ്റെയും പരാധീനത വളരെ അധികമാണ്. കാരണം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് പൂർണ്ണത എന്ന് പറയുന്ന ആശയത്തിലാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ദൈവം വിഭാവന ചെയ്തു എന്ന വേദപുസ്തകം പറയുന്നത്. അതിൽ നിന്ന് തുലവും വ്യത്യസ്തമായ അവസ്ഥയിൽ അംശീകരിക്കപ്പെട്ട ഒരു പരാധീനതയിലാണ് മനുഷ്യൻ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ആ പരാധീനത അവൻ്റെ വ്യക്തിത്വത്തിൽ നന്നേ ദൃശ്യമാണ്. അതുകൊണ്ട് മനുഷ്യന് ഒരു പുതിയ ആരംഭത്തിൻ്റെ ആവശ്യമാണ്. അവൻ വീണ്ടും ജനിച്ച് ഒരു പുതിയ വ്യക്തിത്വം, ആത്മീയമായ വ്യക്തിത്വം, ശരീരവും മനസ്സും ആത്മാവും ഒന്നുപോലെ പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുന്നതിൽ കൂടെ അത്ഭുതാവഹമായ സാധ്യതകൾ ഉൾക്കൊള്ളുന്ന ഒരു ആത്മീയ ആരോഗ്യമുള്ള വ്യക്തിത്വം പ്രാപിക്കുക എന്നതാണ് സർവലൗകികമായ മനുഷ്യരാശിയുടെ ഏറ്റവും
പ്രധാനപ്പെട്ട ആവശ്യം. ആ ആവശ്യത്തെ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലാണ് ഈ ലോകത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും പ്രസ്ഥാനങ്ങളും സ്ഥിതി ചെയ്യുന്നത്, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. മതവും അപ്രകാരം തന്നെയാണ്. അതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ ഒന്ന് വിടുതൽ പ്രാപിച്ച് ഈ സ്വാധീനങ്ങൾ മുഴുവനും ഒന്ന് മാറ്റിവെച്ച് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ, മനുഷ്യാവസ്ഥയുടെ സത്യം യഥാർത്ഥത്തിൽ എന്താണ് എന്ന് തിരിച്ചറിയുവാൻ ഈ മരുഭൂമിയിലെ അവസ്ഥ മാത്രമേ സഹായിക്കുകയുള്ളൂ. ആ തിരിച്ചറിവിൻ്റെ വെളിച്ചം പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് യേശു മരുഭൂമിയിലേക്ക് പോയത്. അതവന് നന്നേ പ്രയോജനപ്പെട്ടു എന്ന യാഥാർത്ഥ്യം സംശയാതീതമായി തെളിയിക്കുന്നതിന് വേണ്ടിയാണ് സാത്താനാൽ 3 തവണ പരീക്ഷിക്കപ്പെട്ടത്. ആ പരീക്ഷയുടെ ഫലമായി യേശുവിൻ്റെ മനസ്സിൽ കൂടുതൽ കൂടുതൽ ഹൃദയസംബന്ധമായ വ്യക്തതയുണ്ടായി എന്നത് അവൻ്റെ ശിഷ്ടമുള്ള നാളുകളിലെ പരസ്യ ശുശ്രൂഷയുടെ ഏതംശത്തിൽ നോക്കിയാലും നമുക്ക് വ്യക്തമായി കാണാവുന്നതാണ്. അപ്രകാരമുള്ള ഒരു പുതിയ ആരംഭത്തിലേക്കുള്ള മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ചായ്വായിട്ടാണ് ഈ നോമ്പിനെ നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്, നോമ്പ് വർജിക്കുന്നതിന് നോമ്പാകരുത്, ആർജിക്കുന്നതിന് നോമ്പായിരിക്കണം. നോമ്പിൽ നാം വർജിക്കുമ്പോഴും അതിൻ്റെ ലക്ഷ്യം ആർജിക്കുക എന്നത് തന്നെ ആയിരിക്കണം. അതുകൊണ്ട് വളരെ അർത്ഥവത്തായ ഒരു ചുവടുവയ്പ്പാണ് മണലാരണ്യത്തിലേക്ക് ധ്യാനത്തിന് പോകുന്നതിൽ കൂടെ യേശു നിർവഹിച്ചത്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനിവാര്യമായ ഒരവസ്ഥയായി കണ്ട് അത് മുഖാന്തരം നമ്മുടെ കാഴ്ചപ്പാടിലും ജീവിത ദർശനത്തിലും അനുഭവങ്ങളിലും വരേണ്ട കാതലായ മാറ്റങ്ങൾ സ്വീകരിക്കാനുള്ള ആത്മീകമായ സ്വാതന്ത്ര്യം, വിടുതൽ നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും എൻ്റെ നമസ്കാരം.